another video of Issues This. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഷെൽഫ് മൊത്തത്തിൽ കാണിക്കാൻ പോവാണ്. ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഫസ്റ്റ് റോ മാത്രമേ കാണിക്കാൻ പറ്റിയില്ല, പക്ഷേ താത്ത റോയിനും കാണിക്കാൻ. പക്ഷേ ഇങ്ങനത്തെ പോലെയൊക്കെ കാർസ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഈ കാറൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ദിവസം ഒന്നും കൂടെ ഈ ഷെൽഫ് ടൈറ്റാനിക് അല്ല, ആ ട്രക്ക് മോഡല് താഴെ ആ ഹെലികോപ്റ്റർ വരെ നിങ്ങളെ കാണിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഷെൽഫ് ഒന്ന് ഇതാക്കാം. അപ്പോൾ രണ്ട് ഇതും ഒരുമിച്ച് തുറക്കുവാണ് ഗൈസ്. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ മേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? മേലിൽ നിന്ന്. ഓക്കെ, സെറ്റ്. ഓക്കെ ഗൈസ്, അടുത്തോട്ട് പോവാം ഗൈസ്. എന്നാലും നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ. അടുത്തോട്ട് വന്നാൽ അടുത്തോട്ട് പോയി ഗൈസ്. ഇവിടോട്ട് വന്നാൽ ടാറ്റയുടെ ഒരു ട്രക്കുണ്ട്, ഒരു ചെറിയൊരു ജീപ്പുണ്ട്, പിന്നെ ഒരു ഹമ്മറുണ്ട്. ഹമ്മറാണ് ഗൈസ്, പ്ലാസ്റ്റിക് ഹമ്മറുണ്ട്. പിന്നെ ഒരു ട്രക്കുണ്ട്. ഇത് ഞങ്ങൾ മൈസൂരിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ജീപ്പ് കാണാം. പിന്നെ റേഞ്ച് റോവറിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞ വണ്ടി. RC ആയിരുന്നു, ഇപ്പം അതിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല, മൊത്തത്തിൽ പോയി. അതിൻ്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. അതെന്തോ ആണെന്ന് മനസ്സിലാവാൻ പറ്റില്ല, ഒന്ന് ഫിക്സ് ആക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇങ്ങോട്ട് വന്ന ഒരു വലിയ ബുഗാട്ടി ഷിറോൺ ഉണ്ട്. അതിന് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് മാറ്റിയാൽ ഇവിടുത്തെ ഉള്ള പല സാധനവും ഇളകി പോകും. അപ്പോൾ അത് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇതൊന്ന് എൻ്റെ നേടി വെക്കട്ടെ. ഇങ്ങോട്ട് വന്ന ബുഗാട്ടിയുടെ വെയ്റോൺ വണ്ടിയുണ്ട്. പിന്നെ ലൈക്കൻ ഹൈപ്പർ സ്പോർട്ട് ഉണ്ട്. ലൈക്കൻ ഹൈപ്പർ സ്പോർട്ട് അങ്ങനെ വണ്ടിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ BMW വണ്ടിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബാറ്ററി ഇല്ല, എല്ലാത്തിനും ബാറ്ററി ഇല്ല ഗൈസ്. ഇങ്ങോട്ട് വന്നാൽ മക്ലാരൻ്റെ സേന എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, ഹോട്ട് വീൽസ്. നല്ല റെയർ. നേരത്തെയൊക്കെ നല്ല കോമൺ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര റെയർ. ഈ മക്ലാരൻ സേന എന്ന് പറഞ്ഞ ഈ വണ്ടി കിട്ടാൻ ഭയങ്കര റെയറാണ്. ഞാൻ ഇത് റെയർ ആവുന്ന മുമ്പ് വാങ്ങിച്ചതാണ്. ഞാൻ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കിട്ടിയതാ. പിന്നെ മസ്റ്റാങ് ഉണ്ട്, ഷെവർലെയുടെ C8R എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. പിന്നെ ഫോക്സ്വാഗൻ്റെ ഗോൾഫ്, നിസാൻ്റെ ഇസഡ്, ആസ്റ്റൺ മാർട്ടിൻ വൾക്കന്, വാൻറ്റേജ്, മാസ്ഡ RX-7 പണ്ടത്തെ വണ്ടിയാണ്. ഇത് ഔഡി അവൻറ്റ് RS2, ഇത് ഫോർഡിൻ്റെ ഇന്റർസെപ്റ്റർ, ലാൻഡ് റോവർ സീരീസ് 3 പിക്കപ്പാണ്. അക്യൂറയുടെ NSX. ഇത് മാത്രം എനിക്ക് പ്രനൗൺസ് അല്ല, ഓർത്ത് വെക്കാൻ കുറച്ച് പാടാണ്. അക്യൂറയുടെ NSX ഇത് തന്നെ. പിന്നെ ഇത് ഞാൻ ഇത് മാത്രം എൻ്റെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചെന്ന് വെച്ചാൽ ഇതിന് നല്ല പ്രൈസ് ആയിരുന്നു. ആമസോണിൽ പറഞ്ഞേക്കുന്നത് ഇതിന് ആമസോണിൽ ആരും ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇന്ന് പറഞ്ഞേക്കുന്നത് 300 രൂപയായിരുന്നു. പക്ഷേ വാങ്ങിച്ച് കിട്ടിയപ്പോഴാണ് മനസ്സിലായേ 2000 രൂപയായിരുന്നു. അതുകൊണ്ട് ദാരും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പാക്കേജ് മൊത്തം പൊട്ടി തുടങ്ങി. പാക്കേജിന് മാറ്റി വെക്കല്ലേ, പൊട്ടി തുടങ്ങി. എന്തായാലും ഇത് ജാഗ്വാറിൻ്റെ F-type ആണ്. ജാഗ്വാർ F-type ആണ് ഇത് ഞാൻ ഇവിടെ അപ്പുറത്തുനിന്ന് വാങ്ങിച്ച ഫിഡ്ജ് സ്പിന്നറാണ്. അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തലമണ്ടയ്ക്ക് വെച്ചേക്കാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ കുറേ പേര് പറയുന്നുണ്ട് ടെസ്ല ഇന്ത്യയാണ്. അപ്പോൾ ടെസ്ലയുടെ മോഡൽ Y വരും. മോഡൽ Y അല്ലേ? മോഡൽ Y ഞാൻ വരും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മോഡൽ Yയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു മോഡലും ഉണ്ട്. മോഡൽ Y പെർഫോമൻസ് എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ആസ്റ്റൺ മാർട്ടിൻ്റെ DBX7 എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. ബെൻസിൻ്റെ EQS, ഇതാണ് എൻ്റെ ഡ്രീം കാറ്. കുറേ അലഞ്ഞ് തേടിയിട്ട്
ടൊമിക്ക എന്ന് പറഞ്ഞ ഇതിൻ്റെ വണ്ടിയാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ടൊമിക്കയുടെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ കുറേ ഫൈറ്റർ ജെറ്റ് ഉണ്ട്. M35 ആണ് ഫൈറ്റർ ജെറ്റ്. 35 ഞാൻ ഇട്ടേക്കുന്നതാണ്, ശരിക്കും എല്ലാം F-35 ആണ് കേട്ടോ. M35 ഞാൻ ചുമ്മാ ഇട്ടേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇന്ത്യൻ നേവി അതുപോലെ കളിക്കുമ്പോൾ ഇല്ല, ഇന്ത്യൻ നേവിക്ക് പുതിയ പ്ലെയിൻ കിട്ടിയതുപോലെ ഞാൻ കളിക്കും. അങ്ങനെ ഞാൻ M35 ഇട്ടേക്കിന്. പിന്നെ ഒരു B2 ബോംബർ പോലത്തെ ഒരു പ്ലെയിൻ ഉണ്ട്. ശരിക്കും എനിക്കറിയത്തില്ല ഈ പ്ലെയിനിൻ്റെ പേരെന്തുവാന്ന് ശരിക്കും എനിക്കറിയത്തില്ല. പിന്നെ ഒരു ചോപ്പർ ഉണ്ട്, പിന്നെ താഴോട്ട് വന്ന ഗൈസ് ഇതാണ് എൻ്റെ ഏറ്റവും വില കൂടിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നാൽ ഇതാണ് ഗൈസ് മക്ലാരൻ്റെ 650S എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതാ ഡോറൊക്കെ തുറക്കും, ഈ സൈഡിലോട്ട് ഡോർ തുറക്കത്തില്ല, ഗ്ലൂഡാ. പിന്നെ ഇവിടെ പോയ BMW-യുടെ i8 ആണ്. ഡോർ ഇങ്ങനെ തുറക്കും. പിന്നെ നിങ്ങൾ ഇതൊരു കാര്യം എന്ന് വെച്ചാൽ ബോണറ്റ് ഫ്രണ്ടിലോട്ടാണ് തുറക്കുന്നത്, ബാക്കിലോട്ടല്ല. പിന്നെ എൻ്റെ ഡിക്കി തുറക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണെ പ്രസ് ചെയ്താൽ ഇത് തുറക്കും, കണ്ടു. എന്നാൽ പിന്നെ ഇവിടെ ഒരു പോർഷയുടെ ബോക്സ്റ്റർ, 718 ബോക്സ്റ്റർ ബുറാഗോയുടെ ആണ്. ഇത് മൈസ്റ്റോടെയാണ്. ഇത് ബുറാഗോയുടെ പോർഷെ 718 ബോക്സ്റ്ററാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന റോൾസ് റോയ്സിൻ്റെ കള്ളിനൻ ഉണ്ട്, റോൾസ് റോയ്സ് കള്ളിനൻ. ഫ്രണ്ടൊക്കെ തുറക്കും, ഫ്രണ്ട് തുറക്കും, സൈഡിലത്തെ ഡോറൊക്കെ തുറക്കും, ബാക്കിലത്തെ തുറക്കും. പിന്നെ ഈ സീറ്റൊക്കെ വെളിയിലോട്ട് വരും. എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? പിന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ലംബോർഗിനിയുടെ റെവൻടൺ R എന്ന് പറയുന്ന ലംബോർഗിനിയുടെ വണ്ടിയുണ്ട്. ഇങ്ങോട്ട് വന്നാൽ BMW-യുടെ X7 ആണ് ഉള്ളത്. നല്ല വണ്ടിയാണ് കഴിച്ചത്. പിന്നെ ഇങ്ങോട്ട് സ്പീഡായിട്ട് ചെയ്യാം. ടൊയോട്ട സുപ്ര, ടൊയോട്ട ലാൻഡ് ക്രൂസർ, റാഡോ, ഗ്ലാഡോ, F1 നിങ്ങൾ ശരിക്കും എടുത്ത് കാണിക്കാം. ഒരു ലൂയിസ് ഹാമിൽട്ടണും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഗൈസ്, ശരിക്കും ഒരു F1 പോലെ. പിന്നെ അടുത്തതാണ് പുതിയ വണ്ടി ഞാൻ വാങ്ങിച്ചത്. പുതിയ വണ്ടി അടുത്തത് ലംബോർഗിനിയുടെ ഹുറാക്കാൻ പെർഫോമൻറ്റെ ആണ്. ഞാൻ ഇങ്ങനെ ഹുറാക്കാൻ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ അങ്ങനെ പറയുന്നത്. ഇത് ഡോറേ തുറക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് ഡൈകാസ്റ്റ് ആണ്. നിങ്ങൾ പോലെ ലൈറ്റ് ഒന്നും കത്തത്തില്ല, ഇത് ഡൈകാസ്റ്റ് ആണ്. നല്ല ക്വാളിറ്റി ഇതുണ്ട്, ലൈസൻസ്ഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡാണ്. നല്ല ഡീറ്റെയിലിംഗ് ആയിരിക്കും ലൈസൻസിനൊക്കെ. ബാക്കിയല്ല ഇതിനൊക്കെ അൺലൈസൻസ്ഡാണ്, ഇതൊക്കെ അൺലൈസൻസ്ഡാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറ്റത്തില്ല. അപ്പോൾ ഇതും ബുറാഗോഡ് തന്നെയാണ്. ഇത് ഉറൂസ് ആണ്, ഉറൂസ് കണ്ടോ. പിന്നെ ഫ്രണ്ടൊക്കെ തുറക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്തായാലും ഇത് ലംബോർഗിനിയുടെ സെന്റനാരിയോ ആണ്. പിന്നെ ഡോർസൊക്കെ മേലോട്ടാണ് കൈസ് തുറക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊക്കെ ഇതുണ്ട്. ഇത് ആയിരുന്നു എൻ്റെ ഏറ്റവും വില കൂടിയ കാറ് എന്ന് വെച്ചാൽ 3200 രൂപയായിരുന്നു. പക്ഷേ F1 വന്നതിന് ശേഷം ഇതല്ല വില കൂടിയ കാറ്. F1 3500 ആണ്, ഇത് 3200 രൂപയാണ്. അടുത്തൊരു ഞാൻ സ്പീഡായിട്ട് പറയാം. ബ്രസ, ഇക്കോ സ്പോർട്ട്, ക്രെറ്റ, ഹിന്ദുസ്ഥാൻ അംബാസഡർ, പോളോ,
പോളോ, മഹീന്ദ്ര താർ, പിന്നെ ഹ്യുണ്ടായി i20, ഇന്നോവ ക്രിസ്റ്റ, സുസുക്കി സ്വിഫ്റ്റ്, പിന്നെ പോർഷെ കയാൻ, സ്കോഡ ഒക്ടാവിയ, ഫോർച്യൂണർ അറിയായിരിക്കും, ഇത് സാധാ ഫോർച്യൂണർ, ഇത് പറയ ഇന്നോവ, അടുത്ത പറയ ഇന്നോവ, പിന്നെ അംബാസഡർ ഇത് മൊത്തം പൊട്ടിയിരിക്കുക. ഇതുണ്ട് ഇടിച്ചതിൻ്റെ പാട് മൊത്തം പൊട്ടിയിരിക്കുക. ഇനി ഇത് മാറ്റണം, പൊട്ടിയിരിക്കുക. പിന്നെ സ്കോഡയുടെ ഒക്ടാവിയ, സുമോ, ടാറ്റ സുമോ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. പിന്നെ ഇത് എൻ്റെ പോർഷെ 911 ആണ്. പിന്നെ മെർസഡീസ് S50, മെർസഡീസ് മേബ S500 ആണ്. ബുഗാട്ടി ഷിറോൺ, ബുഗാട്ടി ഡീവോ, ഡിഫൻഡർ, G-Wagon, ഔഡി R8. പിന്നെ താഴത്തെ ഇവിടെ വോൾവോയുടെ ഒരു ട്രക്ക്, അടുത്തത് ടാറ്റയുടെ എയ്സ് ആണ്, ടാറ്റ എയ്സ്. പിന്നെ ഒരു ട്രക്കുണ്ട്, ആംബുലൻസ്, കൊമ്പൻ ബോംബെ 1S, സ്കൂൾ ബസ്, 2 സ്കൂൾ ബസ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു പോലീസിൻ്റെ ഒരു ട്രക്കുണ്ട്. ഇവിടാണ് മക്കളെ നമ്മുടെ സീൻ ആൾക്കാർ വരുന്നത്. സുസുക്കി വീസ്റ്റോണിൻ്റെ ബൈക്ക് നല്ല രസമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ സുസുക്കിയുടെ ഹയാബൂസ ബാക്കിലൊക്കെ ലൈസൻസ് പ്ലേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. പിന്നെ ബജാജ് ചേതക്, ഇത് ഇവിടുത്തെ എൻ്റെ ആൻറ്റി തന്നതാണ്. ഇത് കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ്, KTM Duke 250. അപ്പോൾ ഗൈസ് താഴോട്ട് വന്നാൽ ഇവിടെ ഒരു ലെഗോൻ്റെ ഒരു ട്രക്കുണ്ട്. ഞാൻ എടുക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ എടുത്താൽ ഭയങ്കര പാടിച്ചോളാൻ. പിന്നെ ലെഗോയുടെ ഒരു സൂപ്പർ കാർ ഉണ്ട്, ഇതാണ്ട് കണ്ടോ. അടുത്തോട്ട് വാ ഗൈസ്, അടുത്തോട്ട് വാ. ലെഗോയുടെ ഒരു സൂപ്പർ കാർ ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ റേഞ്ച് റോവർ ഇവോക്ക്, ബെൻസ് GLE, ഹുറാക്കാൻ, ടെസ്ലയുടെ സൈബർ ട്രക്ക് കുറേ പേരുടെ ഇഷ്ടവാഹനം. പിന്നെ ഫോർഡിൻ്റെ GT, പിന്നെ നിസാൻ്റെ GTR, ഫെറാറി. ആകെ ഒരു ഫെറാറിയാണ് ഗൈസ്, ഇത് ഭയങ്കര സ്പെഷ്യലാണ്. ആകെ ഒറ്റ ഒരു ഫെറാറിയുടെ ചോയ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ബുഗാട്ടി ഷെറോൺ, പിന്നെ ബെൻസിൻ്റെ G-Wagon. ഇങ്ങോട്ട് വന്നാൽ ഈ ട്രക്കിൻ്റെ ഈ ബസ് കണ്ടോ, ഈ ബസ്സിൻ്റെ വെള്ള കളറാണ് ഇതിൻ്റെ ബാക്കിൽ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇത് ഹസ്റ്റൺ ഹോർനെറ്റാണ്. എൻ്റെ ബാക്കിൽ ഷെൽബി, ബെൻസ് GLE, പഴയ ഒരു നമ്മുടെ ഡൽഹിയിലെ ബസ്സുകൾ, പിന്നെ പോലീസുകാർ, പിന്നെ ഒരു ഡബിൾ ഡെക്കർ ബസ്, കാറ്, ആൽഫ റോമിയോ, പിന്നെ ഇതെന്തോ GM ഫയർബേർഡ് അല്ലേ, ഫയർബേർഡ്, F4, പിന്നെ ഇതെന്തോ 88L Camino TM-GM. ഇതിൻ്റെ പേര് അതിൽ കൊടുത്തിട്ടില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡോജിൻ്റെ ബാറ്റ്മാൻ്റെ വണ്ടിയാണ് ഗൈസ്. പിന്നെ ഒരു ചെറിയൊരു ടാക്സി ഉണ്ട്,
പിന്നെ ജി വാഗൻ കുറേ ഉണ്ട്. ഈ കാര്യം കണ്ടോ ഗൈസ്, ഇത് നിങ്ങൾ വെക്കും. ഇതിൻ്റെ വീര്യം നോക്കിയാൽ നിങ്ങൾ കാണും ഒരു സാധനം പൊങ്ങി ഇരിക്കുന്നത്. അപ്പോൾ ഇത് അനങ്ങുമ്പോൾ ഇത് വേണിപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കുളുങ്ങുന്നത് കണ്ടോ. അത് ഞാൻ കുളിക്കുന്നതല്ല, ഇത് തന്നെ കുളിങ്ങുന്നേ. ഇതുണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു ഡോട്ടുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കൂളും, ഇത് താഴോട്ട് പോകും. അപ്പം അങ്ങനെ നല്ല കൂളാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഗ്രൂപ്പ് സി ഫാൻറ്റസി, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഗസേല GT ഉണ്ട്. പിന്നെ ഫാൻറ്റസി കാർസിൻ്റെ പേരെനിക്കറിയത്തില്ല, മറ്റേ വാഹനത്തിൻ്റെ ഗ്ലോറി ചേസർ. ഓക്കെ, ഇനിയാണ് മക്കളെ എൻ്റെ ഫേവറേറ്റ് കാർ കളക്ഷനിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാർസ് ലാൻഡ് റോവർ ഡിഫൻഡർ ആണ്. എൻ്റെ ഫ്രണ്ട് തുറക്കും, സൈഡ് രണ്ടും ബാക്ക്. ഈ സാധനം തുറക്കും, ഈ ലാഡർ കാരും ബാക്കിലത്തെ ഡോറും തുറക്കും. ഇത്തരം ഭാഗം തുറക്കും. അപ്പോൾ നമ്മൾ ഒന്ന് അടയ്ക്കാം. എന്നിട്ട് ഫോക്സ് വാഗൻ്റെ വാനാണ്, നെക്സോൺ, ബലേനോ, ഫോക്സ് വാഗൻ്റെ ബീറ്റിൽ, ലെക്സസ് LX 500, ഡോജിൻ്റെ റാം, പിന്നെ ഇതെന്തുവാ കസ്റ്റം TMG അല്ലേ, കസ്റ്റം ഷെവി TMG. പിന്നെ ഒരു സുമോ ഉണ്ട്, പഴയ സുമോ ഉണ്ട്. പിന്നെ ഒരു മാനിൻ്റെ വെച്ചാൽ ഒരു കമ്പനിയാണ്, കാർ കമ്പനിയുടെ മാനിൻ്റെ ഫയർ ട്രക്ക് ഉണ്ട്. പിന്നെ ഒരു ആംബുലൻസ് ഉണ്ട്. താഴോട്ട് വന്നാൽ ഗൈസ്, താഴോട്ട് വന്നാൽ ഇവിടെ ഒരു ഗാർബേജ് ട്രക്ക് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ. പിന്നെ വണ്ടികൾക്ക് കൊണ്ടുപോകുന്ന മറ്റേ ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ട്രീറ്റ് വാഷർ ഉണ്ട്, ടാങ്കർ ഉണ്ട്. പിന്നെ ഒരു പഴയ കാറുണ്ട്, അംബാസഡറിൻ്റെ അച്ഛൻ. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, മെട്രോയുണ്ട്, ഹെലികോപ്റ്റർ 4 പിന്നെ വലിയൊരു മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്. ഗൈസ്, ഇതാണ് എൻ്റെ മോൺസ്റ്റർ ട്രക്ക്. നല്ല എന്താ മണ്ണിൽ കൂടെ പൊളിയാണ് ഇവൻ. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഇതുണ്ട്. പിന്നെ ഈ സാധാരണ കാറില്ല, കണ്ടോ. എന്നിട്ട് എൻ്റെ ബാക്കിൽ പോയി സെറ്റ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താഴെ കുറച്ച് ബുക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്യൂസ് ടിപ്സ് സൈനിങ് ഔട്ട്. ബൈ.